വമ്പൻ കാൻവാസിൽ വിഷ്വൽ വിസ്മയം തീർത്ത കാന്താരയുടെ ട്രെയിലർ ഇന്നലെയാണ് പുറത്തുവന്നത്. അതിനു പിന്നാലെ സിനിമ ചെയ്തതിന് പിന്നിലെ കഥകൾ വിവരിക്കുകയാണ് ഋഷഭ് ഷെട്ടി. ചിത്രത്തിന്റെ ഷൂട്ടിനിടെ 4-5 തവണ താൻ മരണത്തെ മുഖാമുഖം കണ്ടെന്നും എന്നാൽ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടാണ് താൻ രക്ഷപ്പെട്ടതെന്നും പറയുന്നു ഋഷഭ് ഷെട്ടി. പ്രേക്ഷകരേറെ കാത്തിരുന്ന കാന്താരയുടെ ട്രെയിലർ ഇന്നലെ പുറത്തു വന്നിരുന്നു. വമ്പൻ ക്യാൻവാസിൽ ഒരു വിഷ്വൽ വിസ്മയം തന്നെയാകും സിനിമ എന്ന സൂചനയാണ് ട്രെയിലർ നൽകുന്നത്. ആദ്യ ഭാഗത്തേക്ക് പോലെ തന്നെ മിത്തും ആക്ഷനും ത്രില്ലും എല്ലാം കൂടി കലർന്നാകും സിനിമ അവതരിപ്പിക്കുക. ഇപ്പോഴിതാ സിനിമ ചെയ്തതിന് പിന്നിലെ കഥകൾ വിവരിക്കുകയാണ് ഋഷഭ് ഷെട്ടി. ചിത്രത്തിന്റെ ഷൂട്ടിനിടെ 4-5 തവണ താൻ മരണത്തെ മുഖാമുഖം കണ്ടെന്നും എന്നാൽ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടാണ് താൻ രക്ഷപ്പെട്ടതെന്നും ഋഷഭ് ഷെട്ടി പറഞ്ഞു. മലയാളികളുടെ പ്രിയ താരം ജയറാമും സിനിമയിൽ ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. ഋഷഭ് ഷെട്ടി സംവിധാനം ചെയ്ത് നായകനായി എത്തുന്ന സിനിമ വലിയ ബജറ്റിൽ ഒരുങ്ങുന്നതിനാൽ പ്രതീക്ഷകളും വാനോളമാണ്. ചിത്രം ഐമാക്സ് സ്ക്രീനുകളിലും പുറത്തിറങ്ങുമെന്നാണ് നിർമ്മാതാക്കൾ അറിയിച്ചിരിക്കുന്നത്. ഇതോടെ വലിയ കളക്ഷൻ സിനിമയ്ക്ക് നേടാനാകുമെന്ന് തന്നെയാണ് അണിയറ പ്രവർത്തകരുടെ പ്രതീക്ഷ. ചിത്രം ഒക്ടോബർ 2-ന് തിയേറ്ററുകളിലെത്തും. കന്നഡ, മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിലാണ് സിനിമ പുറത്തിറങ്ങുന്നത്. 2022-ൽ ഋഷഭ് ഷെട്ടിയുടെ സംവിധാനത്തിൽ റിലീസ് ചെയ്ത വൻ വിജയം നേടിയ കന്നഡ ചിത്രമാണ് കാന്താര. കന്നഡയിൽ ഇറങ്ങിയ ചിത്രം പിന്നീട് മികച്ച അഭിപ്രായം നേടിയതിനെ തുടർന്ന് വിവിധ ഭാഷകളിലേക്ക് മൊഴിമാറ്റി എത്തുകയായിരുന്നു. ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും ഋഷഭിനെ തേടിയെത്തിയിരുന്നു. പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ആണ് സിനിമ കേരളത്തിലെത്തിക്കുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.